സമയം 8 മണി. നമ്മളിതാ കാഞ്ഞങ്ങാട് നിന്ന് വണ്ടി വിടുന്നു. പോകാണ് നമ്മൾ പോകാണ് വയനാട്ടിലേക്ക് പോവാണ് 900 കണ്ടിലേക്ക് പോവാണ് ക്യാമ്പിന് കൂടാൻ പോവാണ്. എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. അതിരാവിലെ 4 മണിക്ക് നമ്മൾ സുൽത്താൻ ബത്തേരി എത്തി. നമ്മളിവിടെ സ്റ്റേ അടിച്ചു. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തേക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ഉത്തങ്ങ സഫാരിയാണ്. അതുകൊണ്ട് രാവിലെ തന്നെ അങ്ങോട്ട് പോകണം. അവിടെ നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല, നേരെ അങ്ങോട്ടേക്ക് പോയി. ഇവിടെയാണ് മുത്തങ്ങ സഫാരി സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഫസ്റ്റ് ട്രിപ്പ് പോയിരുന്നു. അതുകൊണ്ട് സെക്കൻഡ് ട്രിപ്പിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. ഒരു കട്ടൻ കാപ്പൊക്കെ കുടിച്ച്, നല്ല തണുപ്പാണ് രാവിലെ, അത്രയൊന്നും തിരക്കില്ല, പക്ഷേ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ട്രിപ്പിൽ നമ്മൾ പോകുന്നു. ഒരാൾക്ക് 300 റുപ്പീസാണ് പെർ ഹെഡ്. ഇതിൻ്റെ നമ്മുടെ ബസ്സിലാണ് പോകുന്നത് സഫാരി. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മൾ കാഞ്ഞങ്ങാട് ശബരി ബസ്സിൽ കയറി സീറ്റ് പിടിക്കുന്ന പോലെ മനുവും ഐത്തും അതുപോലെ വിന്ദേട്ടനും ഞാനും ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട്, ഡ്രൈവറിന് തൊട്ട് പിറകിലായിട്ട്. കാരണം എന്തൊക്കെ കാണും എന്തൊക്കെ കാണില്ല എന്നൊക്കെ പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ ഫസ്റ്റ് കയറിയിരിക്കുന്നത്. ബസ്സിൽ ഡ്രൈവറിൻ്റെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും അതുപോലെ നമ്മൾ മിസ്സായ മൃഗങ്ങളൊക്കെ കാണിച്ചു തരാനൊക്കെ. പുള്ളി ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ ക്യാമറയിൽ ഫസ്റ്റ് പതിഞ്ഞിരിക്കുന്നത് നമ്മുടെ വയനാടിൻ്റെ സൗന്ദര്യം ആനയാണ്. നിങ്ങൾ വിചാരിക്കും ഇത് കാട്ടാനയാണെന്ന്, പക്ഷേ കാട്ടാനയല്ല, ഇത് കുങ്കി ആനകളാണ്. ഇതിൻ്റെ സഫാരിയുടെ ആ ഒരു ഭാഗത്ത് ആനകൾ വന്നു കഴിഞ്ഞാൽ തുരത്തി ഓടിക്കാനും അതുപോലെ പുതിയ ആനകളൊക്കെ വെൽക്കം ചെയ്യാനും ഇവരുപയോഗിക്കുന്ന കുങ്കി ആനകൾ, ഇവർ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആനകളാണ് കുങ്കി ആനകൾ. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ കുറേ മാൻകൂട്ടം കണ്ടു. മാൻകൂട്ടം പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നമ്മൾ സാധാരണ സൂലൊക്കെ കാണുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്നുണ്ട്. പല ടൈപ്പ്, പല സൈസിൽ, പല കളർ, കൊമ്പുള്ളത്, കൊമ്പില്ലാത്തത്, നല്ല കുത്തുള്ളത്, കുത്തുകളില്ലാത്തത്, അങ്ങനെ പല ടൈപ്പ് മാനുകൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു പേടിയില്ലാതെ. വണ്ടി വരുന്ന സമയത്ത് പേടിയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു വനത്തിൽ നിന്നുള്ള ഫീല് വരുന്നില്ല, കാരണം ഓപ്പണാണ് ഈ ഒരു ഭാഗം. അപ്പം അങ്ങനെ കുറേ മാൻകൂട്ടം. പിന്നെ ഈ മരങ്ങൾ യൂക്കാലിപ്സ് പോലത്തെ ആണെന്ന് തോന്നുന്നു, യൂക്കാലിപ്സ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഊട്ടിയിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല നല്ല മരങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ മാനും മയിലും ഒക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നു. വർഷങ്ങളായിട്ട് സഫാരി നടക്കുന്ന ഒരു വഴി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ഫീലൊന്നും ഇല്ല, കാരണം മൃഗങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ ഒരു ഇരുട്ട് പിടിച്ചൊരു അറ്റ്മോസ്ഫിയർ ഇല്ല. അപ്പോഴാണ് ഈ കൂട്ടത്തിൽ കാട്ട് നായ്ക്കൾ, അതായത് നമ്മുടെ ചെന്നായ പോലത്തെ ടൈപ്പ് ഒരു സംഭവം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് അങ്ങനെയായിരുന്നു, കാട്ടു നായ്ക്കൾ എന്നാണ് പറഞ്ഞത്. നമ്മൾ നാട്ടിൽ ചെന്നായ എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ഇത്ര മാത്രമേ നമ്മൾ ഈ സഫാരിയിൽ കണ്ടിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ടൈഗറിനെ കാണാം, ലെപ്പേർഡിനെ കാണാം, ബാക്കി കാണ്ടാമൃഗത്തിനെ കാണാം, കാട്ടുപോത്തിനെ കാണാം, പക്ഷേ കണ്ടിട്ടില്ല, ഭാഗ്യമില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു കടയിൽ കയറി ഉപ്പിലിട്ട മാങ്ങ, ക്യാരറ്റ്, ബീട്രൂട്ട്, പൈനാപ്പിൾ, പല ടൈപ്പ് സാധനങ്ങളുണ്ട്, ഓരോ പീസായിട്ട് വാങ്ങിച്ചു. നമ്മുടെ ഉദ്ദേശം ഇവിടെ നമ്മുടെ തേയിലത്തോട്ടമാണ്, എസ്റ്റേറ്റാണ്. അപ്പോൾ അവിടുന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകാമെന്നുള്ള രീതിയിലാണ് നമ്മളവിടെ സൈഡാക്കിയത്. അങ്ങനെ അവിടുന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് പിന്നെ ഈ സാധനങ്ങൾ കഴിച്ചിട്ട് വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് തിരിച്ച് നടക്കുമ്പോഴത്തേക്കാണ് ഒരു വൈബ്രേഷൻ സൗണ്ട് ഇട്ടിട്ട് മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുന്നത്. അപ്പോൾ അതാ ഭൂതപ്പനി ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്ര വലുത്, നമ്മുടെ നാട്ടിൽ ഇത്ര വലുതാവോ എന്നറിയില്ല. അടിപൊളി സാധനം. നമ്മളപ്പോൾ തന്നെ സ്പോട്ടിൽ അവിടുന്ന് സ്ഥലം കാര്യമാക്കി. അങ്ങനെ ഊട്ടിക്കുള്ള യാത്രക്കിടയിൽ വീണ്ടും ഒരു സ്പോട്ടിൽ നിർത്തി. നല്ലൊരു വ്യൂ പോയിൻ്റാണ്, യൂക്കാലിസ് മരങ്ങളുടെ തോട്ടമാണ്. ഫുള്ളായിട്ട് മരങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. നല്ല കോടമഞ്ഞും തണുപ്പൊക്കെ ഉണ്ട്, വെയിലും ഉണ്ട്, പക്ഷേ കാലാവസ്ഥ അടിപൊളിയാണ്. അപ്പോൾ അവിടെ നിന്ന് സൈഡാക്കിയിട്ട് ഇറങ്ങി. ആൾക്കാരൊക്കെ ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. അങ്ങനെ അവിടുന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വീണ്ടും അവിടുന്ന് വണ്ടി തിരിച്ചു. അതിൻ്റെ ഇടയിൽ ഇവർ റൊമാൻറ്റിക്കായിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു, ഐത്തും മനുവും കൂടി. അതിൻ്റെ ഇടയിൽ വിനീതേട്ടൻ വ്ളോഗ് എടുക്കുന്നു സ്വന്തമായിട്ട്. ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് സെൽഫി എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് സമയം ചിലവാക്കിയിട്ട് നമ്മൾ അവിടുന്ന് വീണ്ടും വണ്ടി തിരിച്ചു. അപ്പോൾ നെക്സ്റ്റ് വ്യൂ പോയിൻ്റ് ഒരു മലയാണ്, ഒരു മൊട്ടക്കുന്നാണ്. അവിടെ നമ്മൾ നിർത്തി ജസ്റ്റ് സൈഡാക്കിയിട്ട് അങ്ങോട്ട് പോയില്ല. അങ്ങോട്ട് പോയി ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് പോകാം, പക്ഷേ ഭയങ്കര തിരക്കാണ്. ടിക്കറ്റ് എടുക്കാനും അതുപോലെ പോകാനും ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയത്തിൻ്റെ പരിമിതി മൂലം അത് ഒഴിവാക്കി. പക്ഷേ ആ സൈഡ് നമ്മൾ പോയി കുറേ കുരങ്ങന്മാരൊക്കെ കണ്ടു. അവിടുന്ന്
വീണ്ടും തിരിച്ച് ടിക്കറ്റ് എടുക്കാതെ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ അടുത്ത വ്യൂ പോയിന്റ് നമ്മൾ എത്തിയിരിക്കുന്നത് പൈൻ ഫോറസ്റ്റ്, വൈറ്റ് പൈൻ്റെ തോട്ടം. അതൊരു കാട് പോലെ ആക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ്. പല സിനിമകളും സമ്മറിൻ ബദ്ലഹേമിലും അതുപോലെ ദേവദൂതനിലൊക്കെ ഉണ്ട് ഈ സ്ഥലം. ഒന്നുമില്ല, ജസ്റ്റ് ആ തണുപ്പിൽ നല്ല കോടമഞ്ഞൊക്കെ ഉള്ള സമയത്ത് ജസ്റ്റ് പോയി റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കൂട്ടുകാരുടെ കൂടെ. ബാക്കി വേറെ ഒന്നുമില്ല. മുട്ടക്കുന്നും അതിൻ്റെ അടുത്ത് തന്നെയാണ് സംഭവം. അതിൻ്റെ ഭാഗമാണ് ഈ ഒരു തോട്ടം. നമ്മളിവിടെ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ നല്ല ഫ്രഷ് ക്യാരറ്റ് കിട്ടിയിരുന്നു, കഴിച്ചു. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു ബഞ്ച് ക്യാരറ്റ് നമ്മൾ വാങ്ങിച്ചത് 30 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സ്ട്രോബെറി, പിന്നെ അതുപോലെ ചോളം, ചുട്ട ചോളവും നോർമൽ ചോളവും ഉണ്ട്. സ്ട്രോബെറിയൊക്കെ നമുക്ക് നാട്ടിൽ നല്ല റേറ്റ് ഉണ്ടല്ലോ, ഇവിടെ 50-40 രൂപയൊക്കെ കിട്ടുന്നുണ്ട്. അത് ഒരു പാക്കറ്റ് വാങ്ങിച്ചു. അതുപോലെ ചോളം അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു മൂഡിൽ മാത്രം അത് വാങ്ങിച്ചു. അവിടെ സ്പോട്ടിൽ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ലാമിനേഷൻ ചെയ്ത് തരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഒരു ഫോട്ടോ ചെയ്തിട്ടുണ്ട്. നമ്മൾ 4 പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു. സിംഗിൾ എടുത്തിട്ടുണ്ട് കുറച്ച് പേര്. അങ്ങനെ അവിടുന്ന് ഈ ഫോട്ടോ ഒക്കെ എടുത്തിറങ്ങി. പിന്നെ അവിടെ ഒരു കുതിരയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, നമ്മൾ കാണാത്ത നാട്ടിൽ നിന്ന് വരുന്നില്ലേ, കുതിരയില്ലാത്ത നാട്ടിൽ നിന്ന് വരുന്നില്ലേ, ഇപ്പോൾ ഒരു ക്രേസിൽ ആ കുതിരേനൊക്കെ നോക്കി. നല്ല തിരക്കാണ്. എൻട്രി ഫീസൊക്കെ എടുക്കാൻ നല്ല എൻട്രി പാസ് എടുക്കാൻ നല്ല തിരക്കാണ്. പക്ഷേ വേറെ വലുതായിട്ട് നമുക്ക് കാണാനില്ല. ജസ്റ്റ് ഒരു ലൊക്കേഷൻ അത്രേ ഉള്ളൂ. ഈ സംഭവം കഴിക്കണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നു. നുങ്ക്, അതായത് പനന്തേങ്ങ. നമ്മൾ കഴിക്കുന്ന പോലെ 2 വാങ്ങിച്ചു. കാരണം നീറ്റല്ലായിരുന്നു. അത് 2 സെറ്റ് വാങ്ങിയിട്ട് നമ്മൾ കയ്യിൽ എടുത്തിട്ട് കഴിച്ചു. നുങ്കിൻ്റെ ഡ്രിങ്ക് കുടിച്ചില്ല. അത് ഒരു ട്രഡീഷണലാണ്, പക്ഷേ അത്ര നീറ്റല്ല. അതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല. കാരണം നോക്കണമല്ലോ, ഫുഡ് സേഫ്റ്റി നോക്കണമല്ലോ, നമ്മൾ അറിയാത്ത നാടല്ലേ. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ സൈഡിലുള്ള കാഴ്ചകൾ അടിപൊളിയാണ്. ഊട്ടിയുടെ ഗ്രാമഭംഗി, വീടുകൾ അടിപൊളിയായിട്ടിങ്ങനെ അവരുടെ ആ ഒരു സ്റ്റൈലിലിങ്ങനെ പല കളറായിട്ട് നമ്മൾ കണ്ടു. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു നല്ല ഫീലാണ്. ഓൾമോസ്റ്റ് ഉച്ചയ്ക്ക് നമ്മൾ ഊട്ടിയിലെത്തി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത കാര്യം ഫുഡ് കഴിക്കാന്നുള്ളതാണ്. നല്ലൊരു വൃത്തിയുള്ള ഹോട്ടൽ നോക്കി. അത് ഭയങ്കര സീനാണ് ഇവിടെ ഫുഡ് കിട്ടുന്ന കാര്യം. നല്ല ഫുഡ് കിട്ടണമെങ്കിൽ ഇച്ചിരി പണിയാണ്. അപ്പോൾ നമ്മൾ നല്ല ഫുഡ് നോക്കിയിട്ട് മനു വെപ്രാളത്തിൽ കഴിക്കുന്നു, വീനാട്ടം കഴിക്കുന്നു. വീനാട്ടം കൈയൊക്കെ പൊള്ളുന്നുണ്ട്, പക്ഷേ അഭിനയിക്കുകയാണ്, ആക്ടിങ് ആണ്. മനു വയത്തിന് എടുത്ത് കൊടുക്കുന്നു. ഫുഡ് ബിരിയാണിയാണ്, മുട്ട ബിരിയാണിയാണ് വാങ്ങിച്ചത്, വേറെ ഒന്നുമില്ല. കഴിച്ചു, കിട്ടിയത് കഴിച്ചു അടിപൊളിയായിട്ട്. കാരണം വയറ് നിറക്കണമല്ലോ, വേറെ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ കിട്ടിയത് കഴിച്ചു, അങ്ങനെ ഒന്ന് റെഡിയായി. ക്യാമറ തിരിച്ചപ്പോൾ വീനാട്ടിൻ്റെ ആക്ടിങ് അത് അത്രയും നേരമാണ് കഴിച്ചതാണ്. വീണ്ടും ആക്ടിറ്റ്യൂഡ് ഇടുന്നു, ഫുഡ് കഴിക്കുന്ന സ്റ്റൈലിൽ കഴിക്കുന്നു. നമ്മളവിടെ ഊട്ടി ഗാർഡനിലേക്ക് എത്തി. ഊട്ടി ഗാർഡൻ നമ്മൾ പോയ സീസൺ അത്ര നല്ല സീസൺ അല്ല. എല്ലാം കൊണ്ടും നമ്മൾ കുറച്ചൊന്ന് വൈകിപ്പോയി. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെയാണ്. അതായത് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ, മുട്ടുകളായിട്ട് വരുന്നേ ഉള്ളൂ. അവരെന്തോ ഫെസ്റ്റിവലൊക്കെ നടക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൂക്കൾ കുറവാണ് ഗാർഡനിൽ. ഈ പച്ചപ്പും തണുപ്പും മാത്രമേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് കണ്ട് വരാൻ. ഗാർഡൻ്റെ പുറത്ത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ചെറിയ മാർക്കറ്റൊക്കെ ഉണ്ട്. ചെറുതല്ല, കുറച്ച് വലിയതാണ്. ഭയങ്കര റഷാണ്. അപ്പോൾ നമ്മൾ അവിടെയും കയറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ടീ ഫാക്ടറിയിലാണ്. ടീ ഫാക്ടറിയിൽ ജസ്റ്റ് വിസിറ്റിംഗ് ആണ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങിക്കാം. അങ്ങനെ അവിടെ അടുത്തുള്ള ടൗണിലുള്ള ഒരു ടീ ഫാക്ടറിയിൽ നമ്മൾ കയറി. ചായപ്പൊടി ഉണ്ടാക്കുന്ന ലൈവ് വ്യൂ നമുക്കവിടെ കാണാൻ പറ്റും. അതാണ് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. വർക്കിംഗ് നടക്കുന്നുണ്ട്, അതിൻ്റെ കൂടുതൽ വിസിറ്റിംഗ് നടക്കും. അവരുടെ ഒരു ബിസിനസ് ട്രിക്കാണ്. നല്ല കാര്യമാണ്, കാരണം നമുക്ക് ലൈവായിട്ട് കാണാം ചായപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്ന നല്ല കാര്യങ്ങൾ. നമ്മൾ ഊട്ടിയുടെ ട്രഡീഷണൽ ട്രെയിൻ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മളവിടെ ഊട്ടി സ്റ്റേഷനിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് അടുത്തുള്ള ഉദകമംഗലം എന്നുള്ളൊരു സ്റ്റേഷനിൽ കയറി അവിടെ ഊട്ടി ട്രെയിൻ കാണാൻ വേണ്ടി. അപ്പോൾ ആ സമയത്ത് തന്നെ നല്ല തണുപ്പ് വന്നിരുന്നു. നല്ല അന്തരീക്ഷമൊക്കെ മാറി നന്നായിട്ട് തണുപ്പ് തുടങ്ങി. ചെറിയ തണുപ്പുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മളവിടെ എത്തി. പക്ഷേ ആ സമയത്ത് തന്നെ നല്ല തണുപ്പ്, നല്ല കോടമഞ്ഞ് പോലെ നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇവിടെ സാധാരണ ട്രെയിൻ ഓടുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇവിടെ കാണണം എന്നുള്ള ഒരു ഊട്ടി ട്രെയിൻ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്നത്. പക്ഷേ ഒത്തിരി സമയം നോക്കി, പക്ഷേ ട്രെയിൻ കണ്ടില്ല. അതുകൊണ്ട് നമ്മളവിടെ ഡമ്മി വെച്ചിട്ടുണ്ട്. ഈ ഊട്ടി ട്രെയിൻ പഴയ കാലങ്ങളിലെ ഓർമ്മിപ്പിക്കുന്ന നമ്മൾ ഈ കിലുക്കം സിനിമയിലൊക്കെ കാണുന്ന സാധനം, അത് അവിടെ ഡമ്മി വെച്ചിട്ടുണ്ട്. അത് കണ്ടു. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീണ്ടും നമ്മളവിടെ നിന്ന് ഇറങ്ങി. അന്ന് രാത്രി നമ്മൾ ഊട്ടി വിട്ടു. വയനാട് തന്നെ തിരിച്ചെത്തി. രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. വീണ്ടും വയനാട് വഴി തന്നെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക്.
തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇരിട്ടി ആലക്കോട് റൂട്ടിൽ സെബസ്റ്റ്യനോസ് പുണ്യാളൻ്റെ ഒരു രൂപം കണ്ടു. അവിടെ ഇറങ്ങി ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നേർച്ചയൊക്കെ ഇട്ടു. അടിപൊളി വലിയ രൂപമാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സൈഡാക്കിയിട്ട് അതിൻ്റെ ഒരു വിഷ്വൽസ് എടുത്തു. ഇതാണ് ആ സംഭവം. പിന്നെ വരുന്ന വഴിക്ക് നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ, അതായത് ഇക്കരെ, എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു, ഇക്കരെ ക്ഷേത്രത്തിൽ, മെയിൻ ക്ഷേത്രത്തിൽ നമ്മൾ കയറി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് കൊട്ടിയൂർ അമ്പലത്തിൽ. അങ്ങനെ കൊട്ടിയൂർ അമ്പലത്തിൽ കയറി അവിടുന്ന് വീണ്ടും നമ്മൾ പറശ്ശിനി ലക്ഷ്യമാക്കിയിട്ട് നീങ്ങി. അപ്പോൾ അഗെയിൻ മലബാറുകാരുടെ അഹങ്കാരം പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പൂരിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അമ്പലത്തിൻ്റെ അകത്ത് ക്യാമറ അലൗഡല്ല. അതുകൊണ്ട് നമ്മൾ കാലേക്ക് അകത്ത് കയറി തിരിച്ച് വീണ്ടും പുഴയിലേക്ക് തന്നെ വന്നു. നമുക്ക് ബോട്ടിങ്ങും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്നുള്ളൂ. ജസ്റ്റ് ചന്തയിലൊന്ന് കയറി തിരിച്ചു പോകണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ബോട്ടിൽ ടിക്കറ്റ് എടുത്തു. അങ്ങനെ ആ ഒരു ബോട്ടിങ്ങും കൂടി നമ്മൾ എൻജോയ് ചെയ്തു. കൈവരി പിടിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിലും നല്ല പേടിയോടാണ് നിൽക്കുന്നത്. പക്ഷെ മുഖത്ത് കാണിക്കില്ല, അതാണ് അവൻ്റെ പ്രത്യേകത. അതിന് പിന്നെ ക്യാമറ കണ്ടാൽ നോ അഭിനയം. വിനീതേട്ടൻ അങ്ങനെയല്ല. വിനീതേട്ടൻ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും അഭിനയിക്കും. ആറ്റിറ്റ്യൂഡ്. നല്ല ഉച്ച സമയമാണ്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ മുത്തപ്പൻ്റെ പ്രസാദം, അതായത് അന്നദാനം കഴിക്കാൻ വേണ്ടി പറ്റി. അടിപൊളി ചോറും നല്ല സാമ്പാറും പുളിശ്ശേരി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഊട്ടി വയനാട് ട്രിപ്പിൻ്റെ വീഡിയോസ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക, പഴയതുപോലെ തന്നെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിവേ വൈൻഡ് അപ്പിംഗ്, നിങ്ങളുടെ സ്വന്തം സണ്ണിച്ചാൻ. ബൈ ബൈ.